ചില നെയ്യപ്പം ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരു തോന്നൽ 4 മണിക്ക്. അപ്പോൾ പെട്ടെന്ന് ഇച്ചിരി അരി വെള്ളത്തിൽ ഇട്ടു. ഒരു 1.5 ഗ്ലാസ് അരിയുണ്ട് ഇത് പച്ചരിയെ. അത് 2 മണിക്കൂർ ഞാൻ കുതിർത്തു. ഇനി അതിനാവശ്യത്തിനുള്ള ശർക്കര പൊടിച്ചത്. കറുത്ത ശർക്കരയാണ് നെയ്യപ്പത്തിന് നല്ലത്. പക്ഷേ ഇത് കറുത്തതല്ല, ഇത് വെളുത്ത ശർക്കരയാണ് കിട്ടും. ശർക്കര അരിയിലോട്ട് ഇട്ടു. ഏലക്കായും ജീരകവും പൊടിച്ചു വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ടങ്ങ് അരച്ചാൽ മതി, പൊടിക്കാനൊന്നും പോകണ്ട. പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് സോഡാപ്പൊടി. ഒരു പൊടിയും മതി, 1 സ്പൂണൊന്നും വേണ്ടേ, ഒരു പൊടി. അപ്പം പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. പൊളിച്ചു കുഴച്ച് വെച്ചു, പൊളിച്ചു വറുത്തു, അങ്ങനെ പൊടിച്ച് ചേർത്ത് അങ്ങനെയൊന്നും വേണം. പെട്ടെന്ന് നമുക്ക് അരി വെള്ളത്തിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതൊന്ന് അരച്ച് വെക്കട്ടെ. അരച്ച് അരി, ശർക്കര, ജീരകം, ഏലക്ക, സോഡാപ്പൊടി. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരയില്ല കേട്ടോ. ഒരു ശർക്കരയിലും തരി വേണേ. ഇപ്പോൾ ഒരു 5-6 നെയ്യപ്പം ഉണ്ടാക്കാം, അതിനുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കഴിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ ഉണ്ടാക്കാം. ഇനി ആ അരച്ച അരിക്കകത്തോട്ട് മൈദ ഉണ്ടെങ്കിൽ മൈദ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി തവിക്ക് എഴുതലും ഇതും കൂടിയിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചോ. ഞാൻ അരി അരച്ചപ്പോൾ വെള്ളം ഒഴിച്ചില്ല കേട്ടോ. ആ ശർക്കര ആ അരിയും കൂടെ കഴുകി വാരിയപ്പോൾ ഉള്ള ആ ശർക്കര കലങ്ങുമ്പോൾ ഉള്ള വെള്ളമേ ഉള്ളൂ. വെള്ളമില്ല, ഞാൻ എടുത്തു വെച്ചു. പക്ഷേ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ആ ശർക്കര ഇതെല്ലാം കൂടെ അരിയുമ്പോൾ തന്നെ ശരിയാണ്. ഇപ്പോൾ ഇതിങ്ങനെ കലക്കി നല്ലതായിട്ട് തരിയില്ലാതെ കലക്കി ഒരു 10 മിനിറ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. അപ്പോൾ ഇത് 10 മിനിറ്റ് ആകുമ്പോഴത്തേന് ഞാൻ ഇതിനകത്ത് വറുത്തിടാനുള്ളതൊക്കെ എടുക്കട്ടെ. പ്രത്യേകിച്ച് വേറെ ഒന്നും വറുത്തിടുന്നില്ല. ചില തേങ്ങാക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ. കപ്പലണ്ടിയും കൊണ്ടൊന്നും അതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തേങ്ങ മാത്രം വറുത്തിടാം. അത് നെയ്ക്കകത്താണ് വറുത്തിടുന്നത് കേട്ടോ. നെയ്യപ്പമല്ലേ, അപ്പോൾ വെച്ചാൽ നെയ്ക്കകത്ത് വറുത്തിടണ്ടേ. അപ്പോൾ നെയ്ക്കകത്ത് ഞാൻ ആ തേങ്ങ വറുത്തെടുത്തേ. അതൊന്ന് ചൂടാറിയിട്ടേ ഒഴിക്കാവുള്ളൂ. ചൂടോടെ എടുത്ത് ഒഴിക്കല്ലേ. അങ്ങനെ വറുത്ത് വെച്ചിട്ട് ശക്കല സമയം അപ്പോൾ തണുത്ത് അതിനകത്തോട്ട് ഒഴിക്കുക. ഇതിനകത്തോട്ട് ഈ തേങ്ങ വറുത്തതോ കപ്പലണ്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വറുത്തിടാം. ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണ്ട. ഇതൊന്ന് ഇളക്കി വെച്ചു നമുക്ക് എണ്ണ ചൂടാകുന്ന സമയം മതി. അപ്പം പിന്നെ നമുക്ക് ഒരു ഒഴിച്ചപ്പം ഉണ്ടാക്കാം. ഇങ്ങനെ ഇരിക്കണം, ഒത്തിരി വെള്ളം പോലെ ആകല്ല കേട്ടോ. ഈ വെള്ളം പോലെ ആയാൽ നെയ്യപ്പം ആകത്തില്ല. ഇനി ആ മാവ് കുതിർന്നു, എണ്ണ തിളച്ചു. ഞാൻ ഒരെണ്ണം കോരി ഒഴിച്ചു, അടുത്ത് ഒഴിക്കുവാണേ. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുളിക്കാനൊന്നും ഒത്തിരി സമയമൊന്നും നിൽക്കില്ല. ഇപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു. ഇതിപ്പോൾ അത് വീർത്ത് വരും. ഇപ്പോൾ ആദ്യം ഒഴിച്ചൊന്ന് മറച്ചിട്ടേ. ഇത് അകത്ത് ഇത് വീർത്ത് വരാൻ തുടങ്ങുമ്പോൾ ഇത് പുള്ളി ഇതുണ്ട് മേളിലോട്ട് വരും, കുടുന്ന് വരുന്നു. കണ്ടോ കണ്ടോ, നെയ്യപ്പം നല്ല കുടുന്ന നെയ്യപ്പം വീർത്ത് വന്നുണ്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ നെയ്യപ്പമാണിത്. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയേ. എൻ്റെ നൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല നൈറ്റിയാണോ? എനിക്ക് ഓണത്തിന് ഒരാൾ ഗിഫ്റ്റ് അയച്ചു തന്നാ കേട്ടോ. 4 നൈറ്റിയും 2 ചുരിദാറിൻ്റെ ടോപ്പും 3 സാരിയും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. സന്തോഷമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഒത്തിരി സന്തോഷമായി എനിക്ക്. അങ്ങനെ എൻ്റെ നെയ്യപ്പം ശരിയായി. അധികം എണ്ണയൊന്നുമില്ല. ഇതുണ്ടോ, നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടാണേ, അതായി മുറിക്കാൻ പാട്. ആ കൈ കൊള്ളുന്നു. ചൂട് നെയ്യപ്പം. എല്ലാവരും കടുങ്കാപ്പി എടുത്തോണ്ട് വായോ, കുടിക്കാം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാവേ.